നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ലാപ്പിൻ്റെയും മൊബൈലിൻ്റെയും അമിത ഉപയോഗം നമ്മുടെ കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന കാഴ്ചക്കുറവ്, കണ്ണിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരവുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പമുള്ളത് കൊച്ചി ലോട്ടസ് ഹൈ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ രോഹിത് സാറാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടർ, ഇന്നൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ കഴിയുന്നത്. അത് പണ്ട് ആളുകൾ പറയുമായിരുന്നു, ടി വിയിൽ അമിതമായി നോക്കരുത്, കണ്ണടിച്ചു പോകും, അല്ലെങ്കിൽ കാഴ്ചക്കുറവ് ഉണ്ടാകും. അപ്പോൾ ടി വി മാറി ഇന്ന് മൊബൈലും ലാപ്പും ഒക്കെ കൂടുതലായി വന്നു. ശരിക്കും ഈ ടി വി, മൊബൈൽ, ലാപ്പൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവാറുണ്ടോ? അതുകൊണ്ട് നമുക്ക് കാഴ്ചക്കുറവ് സംഭവിക്കാറുണ്ടോ? തീർച്ചയായും. അതായത് പണ്ടത്തെ ഒരു ജനറേഷൻസ് കൂടുതലും ടി വിയിലാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഫോണിലാണെന്ന് പറഞ്ഞു. ശരിയാണ്. അതിൽ ഡിജിറ്റലായിട്ടുള്ള സ്ട്രെയിനിൽ ഡിസ്റ്റൻസിൽ നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യുന്നത് ഇപ്പോൾ അധികം വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം നിയറിൽ സ്ട്രെയിൻ എടുക്കുന്നവർക്കാണ് കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. ഇതിൽ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ചിലപ്പം കുട്ടികളെയും തുടങ്ങാം. അവർക്ക് ചിലപ്പം കാഴ്ചയുടെ കുറവുള്ളത് കൊണ്ട് അടുത്ത് നോക്കി കാണും, ഒരുപാട് ഫോണിങ്ങനെ ചേർത്ത് വെച്ചും കാണുന്നത്. കൂടാതെ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ തലവേദനകളായിട്ട് വരും, കണ്ണിന് ഐ സ്ട്രെയിൻ, ഇപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, കണ്ണ് ചുമക്കുന്നു. ഇതൊക്കെയാണ് കോമൺലി കുട്ടികൾ കണ്ടുവരുന്നത്. പ്രായമുള്ളവർക്ക് ഒരു ഈവനിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് കാരണം ഈവനിങ് തലവേദനകൾ, പിന്നെ ഇതുപോലെ തന്നെ കണ്ണിൽ സ്ട്രെയിൻ എല്ലാം വരാം, ഡ്രൈനെസ്, ഇങ്ങനെയുള്ള പല കോസസും പല ഏജിലും ആണ് വരുന്നത്. കമ്പാരിറ്റിംഗ് ടു പഴയ ഒരു ജനറേഷൻസ് ഓഫ് ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതൽ നിയർ വിഷൻ യൂസ് വരുന്നതിൽ ഈ ഫോണും കമ്പ്യൂട്ടറൊക്കെ ആയതുകൊണ്ട് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് ഇതിന് ടിപ്പിക്കലി പറയുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ. നമ്മൾ കുട്ടികളുടെ കാര്യം വെച്ച് തുടങ്ങാം. അതായത് ഇപ്പോൾ കുട്ടികളെ അടക്കിയിരുത്താൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, ഇപ്പോൾ പണ്ട് നമ്മുടെയൊക്കെ കാലത്താണെങ്കിൽ വെളിയിലിറങ്ങിയിട്ട് കാക്കയും പൂച്ചയൊക്കെ കാണിച്ചായിരുന്നു ചോറ് തരുന്നത്. ഇപ്പോൾ ഒരു പ്രായമാകുമ്പോൾ തന്നെ അമ്മമാർ കാർട്ടൂൺ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചാൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു കുട്ടിക്ക് എപ്പോഴാണ് ഒരു മൊബൈൽ ഫോൺ കാണിച്ചു കൊടുക്കേണ്ടത്? ശരിക്കും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. റെക്കമെൻഡബിളി ഒരു ഏജ് വൈസ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 12 to 15 years ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ നിയർ വിഷൻ്റെ ആവശ്യങ്ങൾ ഇവർക്ക് ഈ ഡിജിറ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ അത് പറ്റില്ലാതെ ഉണ്ട്. കാരണം ഇപ്പോഴത്തെ നോട്ട്സുകളും ബാക്കി എല്ലാം വരുന്ന ഫോണിലൊക്കെയാണ്. അപ്പം പ്രിഫറബിളി ഈ പേരൻസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ സ്കൂളിൽ അങ്ങനെ നിർബന്ധം പറയുകയാണെങ്കിൽ വലിയ ഡിജിറ്റൽ സ്ക്രീൻസ് യൂസ് ചെയ്ത് അവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതാണെങ്കിൽ പ്രിഫറബിളി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണോ ഈ പണ്ട് നമ്മുടെ കൂടെ പഠിച്ചവർക്കൊന്നും അധികം കണ്ണാടി കാണത്തില്ല? ഇപ്പോഴൊക്കെ ആയിരിക്കും, ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഞാനാണെങ്കിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മളൊരു LKG ക്ലാസ്സൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 2-3 കുട്ടികൾക്കെങ്കിലും എന്തായാലും കണ്ണാടി ഉണ്ടാവും. അപ്പോൾ അത് ഈ ഫോണിൻ്റെ ഉപയോഗം തന്നെ ആയിരിക്കുമോ കാരണം? അല്ല, പല റീസൺസും ഉണ്ട്. കോമൺലി ഈ റിഫ്രാക്റ്റീവ് എറേഴ്സിൽ വരുന്നതാണ് ഇതിന് ടേം പറയുന്നത്. അപ്പോൾ അതിൽ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടി, ഇങ്ങനെ 3ആയിട്ട് അതിനെ, അതായത് മയോപ്പിയ, ലോങ് സൈറ്റ്നസ്, പിന്നെ ഈ പറയുന്ന അസ്റ്റിഗ്മാറ്റിസം, ഈ 3 കണ്ടീഷനാണ് വരുന്നത്. അതിൽ കുട്ടികൾക്ക് ചിലപ്പം ജന്മനാ തന്നെ ഈ പവറിൽ സ്റ്റാർട്ടിങ് ഉണ്ടാവും. ഇപ്പോൾ പേരൻസിനുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് വരാം. അപ്പോൾ അവർക്ക് അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ല, ദൂരെയുള്ളത് കാണാൻ പറ്റുന്നില്ല. ബേസിക്കലി ആ സമയത്ത് ചിലപ്പം പേരൻസ് ടെസ്റ്റ് ചെയ്യണമെന്നില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് അവർ പറയത്തുമില്ല. പക്ഷെ പേരൻസ് അത് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നമുക്ക് ആദ്യം വേണ്ടത്. ഇപ്പം ഒരുപാട് അടുത്ത് ചേർത്ത് നോക്കുന്നു, ഇപ്പം ടി വിയുടെ അടുത്ത് പോയിരുന്ന് കാണുന്നു, തലവേദനകൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേജ് ആകുമ്പോഴേ പിള്ളേർ പറയത്തുള്ളൂ. ജന്മനാ ഉള്ള എന്തെങ്കിലും ആണെങ്കിൽ സ്ക്വിൻറ്റിങ്, അതായത് കണ്ണിന് ഈ പറയുന്നത് കുട്ടികളുടെ മദർ നോക്കുന്ന സമയത്ത് കണ്ണ് കോങ്കണ്ണായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഐ ടു ഐ കോണ്ടാക്റ്റ് ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു സംശയം വെച്ചിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഏർലി സ്റ്റേജ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ കോങ്കണ്ണ് വരുന്നത് ഇതിൻ്റെ ഒരു സിംറ്റം ആണോ, കാഴ്ചക്കുറവ് വരുന്നതിൻ്റെ? തീർച്ചയായിട്ടും. അതായത് കോങ്കണ്ണുകൾ പല ടൈപ്പ് ഉണ്ട്. അതിൽ കോമൺലി ഉള്ളത് ഈ പവറിൽ വേരിയേഷൻസ് വരുമ്പോഴാണ്. ചിലത് ജന്മന തന്നെ കോങ്കണ്ണായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ചെക്കപ്പിൽ കൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ ഡോക്ടർ? തീർച്ചയായിട്ടും. അതായത് എല്ലാ കണ്ടീഷനും പറ്റിയില്ലെങ്കിൽ ഒരു 80 to 90% കോങ്കണ്ണും നമുക്ക് ട്രീറ്റ് ചെയ്ത് കറക്റ്റാക്കാൻ പറ്റുന്നത്. ഇപ്പം പവർ കാരണമുള്ള കോങ്കണ്ണാണെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചാൽ ചിലപ്പോൾ അത് ശരിയാവും. അല്ലെങ്കിൽ ഇതുപോലത്തെ ലേസേഴ്സ് ഉണ്ട്, പവർ കറക്ഷൻ ലേസേഴ്സ്, അത് യൂസ് ചെയ്ത് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും വേരിയേഷൻസോ അല്ലെങ്കിൽ ഡീവിയേഷൻസോ ഉണ്ടെങ്കിൽ നമുക്കത് സർജറി വഴി മാത്രമേ
കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്കാണെങ്കിൽ എത്ര പ്രായം തൊട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കോങ്കണ്ണിന്? കോങ്കണ്ണ് ശരിക്കും തുടക്കത്തിലേ നമുക്ക് കണ്ടുപിടിക്കണം. ഒരു ഏജ് കഴിഞ്ഞാൽ മാത്രമാണ് യൂഷ്വലി അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ പറയുന്ന പവറിൻ്റെ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ പവർ ഗ്ലാസ് വെച്ച് തന്നെ അത് കറക്റ്റ് ചെയ്യാനാണ് മാക്സിമം നോക്കുന്നത്. അതും പറ്റാത്ത കണ്ടീഷനാണ് റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ സർജറീസിൽ ആവശ്യം വരുന്നുള്ളൂ. അതെല്ലാ ചിലപ്പം ജനിക്കുന്ന കുട്ടിക്ക് തന്നെ അത് കോങ്കണ്ണ് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വന്നോന്നില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോഴേ ചിലപ്പോൾ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ കാഴ്ചക്കുറവിന് ആദ്യം വെക്കുന്നത് കണ്ണാടി ആയിരിക്കും. അപ്പോൾ ഒരു കണ്ണാടി തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫാഷനും അതിൻ്റെ ഫ്രെയിമെല്ലാം അങ്ങനെ നോക്കിയിട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല കണ്ണാടി തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നല്ലൊരു കണ്ണാടി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഓതറൈസ്ഡ് ബ്രാൻഡ് നോക്കിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒപ്റ്റീഷ്യനെ കണ്ട് എപ്പോഴും ചൂസ് ചെയ്യുക. ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്ന് മേടിക്കാതിരിക്കുകയാണ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് നല്ലത്. പിന്നെ ഇത് ലെൻസിൻ്റെ ക്വാളിറ്റിനെക്കാട്ടും ഇത് മെഷർമെൻറ്റും ഇത് വെക്കുന്ന രീതികളും ഒക്കെയാണ് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പ്രോപ്പർ ആണോ എന്ന് ജെനുവിൻ ആയിട്ടൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അവരുടെ അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ കണ്ണാടി വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനേ പറ്റില്ല അതുള്ളതാണോ? അങ്ങനല്ല, ഒരാൾക്ക് ലൈക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഗ്ലാസ്സസ് വേണം, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സർജറീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാതെ നമ്മൾ ഇത് സ്ട്രെയിൻ ചെയ്യുമ്പോൾ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു തെറ്റായ ധാരണയാണ്, നമുക്ക് കണ്ണട വെച്ചാൽ പവർ കൂടുന്നുള്ളത്. ശരിക്കും കണ്ണട വെച്ചാലാണ് ക്ലിയർ ആയിട്ട് കാണുന്നത്. ആ കാഴ്ച കിട്ടുന്ന ആൾ ഇത് വെച്ചില്ലെങ്കിൽ പിന്നെയും കാഴ്ച മോശമായിക്കൊണ്ടിരിക്കുന്നല്ലാതെ ഒരിക്കലും അത് പഴയ പോലെ ബെറ്റർ ആകത്തില്ല. അറ്റ്ലീസ്റ്റ് ഗ്ലാസ് വെച്ച് ആ പവർ കൊണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കാനേയും പറ്റും. പക്ഷേ ചില കണ്ടീഷനുണ്ട് നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാലും പവർ കൂടാനുള്ളത്. അതിപ്പം ആളുടെ ഹെറിഡിറ്ററി കണ്ടീഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ആളുടെ കണ്ണിൻ്റെ ആകൃതിയുടെ വ്യത്യാസം കൊണ്ടോ പാത്തോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളാണെങ്കിൽ വേണമെങ്കിൽ പിന്നെയും ഗ്ലാസ് വെച്ചാലും ചേഞ്ചസ് വരാം. പക്ഷേ ഒരു ഏജ് വരെ അതങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് സ്റ്റേബിളായിരിക്കും. ഈ കണ്ണാടി മാറി ഇപ്പോൾ വന്നൊരു സാധനമാണ് കോണ്ടാക്ട് ലെൻസ്. എല്ലാവർക്കും പേടിയുള്ളൊരു സാധനമാണ് കോണ്ടാക്ട് ലെൻസ് വെക്കുന്ന. എന്തോ കണ്ണിന് ഇറിറ്റേഷൻ വരും. ശരിക്കും കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോണ്ടാക്ട് ലെൻസിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ഇറിറ്റേഷൻസ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അലർജി ഉള്ളവരുണ്ട്, ഇല്ലയെന്ന് ഒരു കംപ്ലീറ്റ്ലി ഒരു കാറ്റഗറീനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. അലർജി ലെൻസ് വെക്കുന്ന അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് വെച്ചിട്ട് ഉറങ്ങാതിരിക്കുക, കണ്ണിൽ വെള്ളം പോകാതിരിക്കുക, തിരുമാതിരിക്കുക. ഇപ്പോൾ ചില കണ്ടീഷനിൽ സ്വിമ്മിങ്ങിന് ചിലപ്പം ഇത്ര ഹൈ പവറൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു 8-10 പവറൊക്കെ ഉള്ള ഒരാൾ ചിലപ്പം ഗ്ലാസ് വെച്ച് സ്വിം ചെയ്യാൻ പറ്റില്ല. അവർക്ക് കോണ്ടാക്ട് ലെൻസ് വെക്കാം, പക്ഷേ അതിന് മുകളിൽ പ്രൊട്ടക്ഷൻ ഗൂഗിൾസ് വെച്ചിട്ട് സ്വിമ്മിങ് ഒക്കെ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ലെൻസ് വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ഈ ലെൻസുകളുടെ വാലിഡിറ്റിയും കൂടെ നോക്കണം. അതായത് ഡെയിലി വെയർസ്, മന്ത്ലി വെയർസ്, ഇയർലി വെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലും കൂടുതൽ എക്സീഡഡ് ടൈമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഉണ്ട്, അത് പ്രോപ്പറാണോ, വാട്ടർ കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പാടില്ല. പിന്നെ വെക്കുന്ന ടെക്നീക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കോണ്ടാക്ട് ലെൻസിൽ ഒരു കുഴപ്പമില്ല. ഈ സൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളത് ഇട്ട് വെക്കുന്നത് ഒരു സൊല്യൂഷനിലായിരിക്കില്ലേ? അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പം ഈ സൊല്യൂഷൻ നമ്മുടെ കണ്ണിന് എത്രമാത്രം സ്യൂട്ടായി പോകും? ഇല്ല, ഇത് നമുക്ക് കണ്ണിന് ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ഇതിന് നമുക്ക് ഡാമേജസ് ഒന്നും വരുന്നില്ല. ഇത് ഈ പറയുന്ന ലെൻസ് അത് പ്രിസർവ് ചെയ്യണമെങ്കിൽ സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ അത് സ്പോയിൽഡ് ആവും. നമുക്ക് വാട്ടർ ഒഴിച്ചിട്ട് അതിനകത്ത് ഈ ലെൻസ് വെക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പം സൊല്യൂഷൻസ് ആർ സേഫ്, കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ ടീയേഴ്സിന് ന്യൂട്രൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ pH വാല്യൂ സെയിം ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കണ്ണാടിയും ലെൻസും പലർക്കും അറിയാം, എന്നാൽ അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് കാഴ്ച പഴയതുപോലെ ആക്കാൻ പറ്റുന്ന സർജറികളുണ്ട് എന്ന്. അപ്പോൾ ഡോക്ടറിൻ്റെ മേഖല അത് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുമോ? റിഫ്രാക്റ്റീവ് സർജറി എന്താണ്? ഈ റിഫ്രാക്റ്റീവ് സർജറീസിൽ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഈ മൈനസ് പവർ, പ്ലസ് പവർ, പിന്നെ അസ്റ്റിഗ്മാറ്റിസം, ഇതാണ് കോമൺലി ഉള്ളത്. പിന്നെ ഏജ് റിലേറ്റഡ് വരുന്ന പ്രസ്ബയോപ്പിയ എന്ന് പറയും, അതായത് വെള്ളയെഴുത്ത്. ഈ പറയുന്ന എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ കോമൺലി ഉള്ളത് മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം ആണ്. അപ്പോൾ ഇത് രണ്ടും മൈനസ് പവറാണ്. അപ്പോൾ ഈ പവർ നമുക്ക് ആക്ച്വലി ഗ്ലാസസ് കൊണ്ടോ കോണ്ടാക്ട് ലെൻസ് കൊണ്ടോ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു ടെമ്പററി ബേസാണ്. നമുക്ക് രാവിലെ വെച്ചാൽ വൈകുന്നേരം ഊരണം, വെച്ചാൽ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ ഇതെല്ലാം നമുക്ക് കണ്ണിൻ്റെ കോർണിയയിൽ റീഷേപ്പ് ചെയ്ത് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് പല ടൈപ്പ് ടെക്നോളജികളിലുണ്ട്. പണ്ട് തൊട്ട് റേഡിയൽ കെറട്ടോട്ടമി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ മോർ ദാൻ ഒരു 20-30 years ആയിട്ട് റേഡിയൽ കെറട്ടോട്ടമി ഇല്ല. അത് കഴിഞ്ഞിട്ട് വന്നതിലാണ് ഈ PRK എന്ന് പറയുന്നത്,
PRK ബേസിക്കലി കണ്ണിൻ്റെ കോർണിയയുടെ മുകളിലത്തെ ലെയർ ഫുള്ള് റീഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ അതിൽ പെയിൻ ഉണ്ട്, പിന്നെ റെസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ വേണം. അത് കഴിഞ്ഞിട്ട് വന്ന ടൈപ്പാണ് ലാസിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കോമൺലി അറിയപ്പെടുന്നതും ഇപ്പോഴത്തെ ഒരു ജനറേഷൻസ് ഓഫ് പീപ്പിളിൽ മിക്കവർക്കും പറയുന്നത് ലാസിക് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ലാസിക് ബേസിക്കലി ഒരു ഫ്ലാപ്പ് ക്രിയേറ്റ് ചെയ്യും. കണ്ണിൻ്റെ കോർണിയയിൽ ഒരു ഫ്ലാപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ലിഫ്റ്റ് ചെയ്ത് പവർ കറക്റ്റ് ചെയ്തിട്ട് ഫ്ലാപ്പ് തിരിച്ച് അടച്ചു വെക്കുകയാണ്. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് കുറവാണ്, പിന്നെ പെയിൻ ഇല്ല, അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ജനറേഷനാണ് വന്നേക്കുന്നത് ലെൻറ്റിക്കുലർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്, ക്ലെക്സ് എന്ന് പറയും. അതിൽ പല കമ്പനീസ് ഉണ്ട്, സ്മൈല്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്മൈൽ എന്ന് പറയുന്ന ഈ ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഒരു ചെറിയ മൈക്രോ കീ ഹോൾ മാത്രം കണ്ണിൻ്റെ കോർണിയയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പവർ കണ്ണിൻ്റെ കോർണിയയുടെ ഉള്ളിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് അകത്തൂടെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പം മിനിമൽ വൂണ്ട്, അതായത് ഒരു 1 to 2 mm വിഡ്ത്ത് മാത്രമേ ഈ മുറിവിനുള്ളൂ. നമ്മുടെ കോർണിയ ഇപ്പോൾ ഒരു ടോട്ടൽ നോക്കുമ്പോൾ ഒരു 10 to 12 mm ഉണ്ടെങ്കിൽ ഇതിൽ 1 to 2 mm മാത്രമേ മുറിവുള്ളൂ. നമുക്ക് ഈ പവർ എടുത്ത് മാറ്റാനും എളുപ്പമാണ്. റെസ്റ്റ് ആകെ ഒരു ദിവസമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി പെയിൻലെസ് പ്രൊസീജിയറാണ്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതൊന്നും സൂട്ടബിൾ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് ഇംപ്ലാന്റേഷൻ സർജറീസ് ഉണ്ട്. അതിന് ICL എന്ന് പറയും, ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസ്. അപ്പോൾ ഇത് ഒരു ഹൈ പവർ ഉള്ള, ഇപ്പോൾ ഒരു 15 or 20 പവറുള്ള ഒരാളുടെ കണ്ണിൻ്റെ കോർണിയയ്ക്ക് തിക്നെസ് ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഇത്രയും പവർ കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലാസിക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പകരം ഈ ലെൻസ് കണ്ണിൻ്റെ അകത്തോട്ട് ഇംപ്ലാന്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ പവറിനെ വേണമെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത് ഗ്ലാസ് ഫ്രീ ആക്കാനും പറ്റും. പല ടൈപ്പ് ടെക്നോളജീസ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ RLE എന്ന് പറയുന്നുണ്ട്, അത് റിഫ്രാക്റ്റീവ് ലെൻസ് എക്സ്ചേഞ്ച്. നമുക്ക് നാച്ചുറലി കണ്ണിൻ്റെ അകത്തുള്ള ലെൻസാണ് ഈ പറയുന്ന മാറ്റങ്ങളും ഈ പറയുന്ന പവറെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് ലേസർ അസിസ്റ്റഡ് ആയിട്ട് ചെയ്യാം. ഈ ഡോക്ടർ ഇപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഓക്കെയാണ്, ഒറ്റ ദിവസത്തെ റെസ്റ്റ് മതി എന്നൊക്കെ പറഞ്ഞാൽ ഈ പൊടിയൊക്കെ കയറുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, 1 day കൊണ്ട് ആ മൂണ്ട് ഓൾമോസ്റ്റ് സെറ്റിൽ ആവും. നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് പുറത്തു പോകാം, TV, ഫോൺ, ഹെഡ് ബാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും ഇഷ്യൂസ് ഇല്ല. വേറെ ഇൻ കൺവെൻഷണൽ മെത്തേഡ് ഈ ലാസിക് PRK എന്ന് പറയുമ്പോൾ വൂണ്ട് വലുതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറയുന്ന ഇൻഫെക്ഷൻസിനൊക്കെ ചാൻസസ് കൂടുതലുണ്ട്. നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു, ഇനി നമുക്ക് മുതിർന്നവരുടെ കാര്യത്തിലേക്ക് പോകാം. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ലാപ്പും ഫോണും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഓഫീസിലുള്ളവരാണെങ്കിൽ എന്തായാലും ലാപ്പ് ഉപയോഗിക്കാതെ പറ്റില്ല. അപ്പോൾ നമ്മൾ ലാപ്പ് ഉപയോഗിക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് വെക്കണം നമ്മുടെ കണ്ണിൽ നിന്ന് ഈ ലാപ്പിൻ്റെ സ്ക്രീൻ? ബേസിക്കലി ഒരു 1 arm ഡിസ്റ്റൻസ് വെച്ചാൽ മതി. പിന്നെ ഈ പറയുന്ന ബേസിക്കലി യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് 20 എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതായത് നമ്മൾ 20 minutes ആണ് ഈ കമ്പ്യൂട്ടറോ ഫോണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 20 seconds കണ്ടിന്യൂസ് റെസ്റ്റ് കൊടുക്കണം. പിന്നെ അടുത്ത 20 പോകാൻ പാടുള്ളൂ. അതായത് കണ്ടിന്യൂസ് യൂസേജ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ 20 എന്നുണ്ട്. അതായത് 20 minutes യൂസ് ചെയ്യുക, അടുത്ത 20 seconds ബ്രേക്ക് എടുക്കുക. ഈ അടുത്ത 20 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആൾ ദൂരോട്ട് നോക്കി 20 feet അകലത്തിലോട്ട് ഒരു പറയുന്ന അതിൻ്റെ ഇത് 20 feet അകലത്തോട്ട് നോക്കി അതിന് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ കണ്ണ് അടച്ചു വെച്ചിട്ട് പിന്നെ അടുത്ത 20 minutes പോകാം. ഇതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കണ്ണിൽ സ്ട്രെയിൻ, പിന്നെ ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, പിന്നെ ഹെഡ് ഏക്ക്, ഇതെല്ലാം തന്നെ കുറയുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാതെ പറ്റാത്ത സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യാം, പക്ഷേ ഈ റൂൾസ് ഫോളോ ചെയ്യണം. പിന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന ഹ്യൂമിഡിഫയേഴ്സ് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിനൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജുകളാണല്ലോ ഇപ്പോഴത്തെ എല്ലാം. ഡോക്ടർ അതുപോലെ കേട്ടിട്ടുണ്ട് ഈ ലാപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്ലെയിൻ ഗ്ലാസ് വെക്കണം എന്നുള്ളത്, അത് വർക്ക് ആവാറുണ്ടോ? അതിന് വലിയ റോളില്ല ആക്ച്വലി. കാരണം ഈ ഇപ്പോഴത്തെ എല്ലാ ജനറേഷൻസ് ഓഫ് സിസ്റ്റത്തിലും ഫോണിലും എല്ലാം ഈ ഓൾറെഡി ഈ ബ്ലൂ കട്ട് ആയിട്ടുള്ള ലെൻസുകളിലും ഇതിനകത്ത് ഡിസ്പ്ലേ തന്നെ ഇൻബിൽഡ് ആണ്. സോ അതിന് വലിയൊരു റോൾ ആക്ച്വലി ഇല്ല. പിന്നെ മാർക്കറ്റിംഗ് ഇതായിട്ട് ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതിന് നമുക്ക് വെച്ചില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല. ബ്രേക്സ് എടുത്താൽ മതി. അതുപോലെ സൺഗ്ലാസ്, അത് നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് ഉപയോഗിക്കണോ? തീർച്ചയായിട്ടും. സൺഗ്ലാസസ് എപ്പോഴും അഡ്വൈസബിൾ നല്ല. കാരണം ഈ ഔട്ട്സൈഡുള്ള UVൻ്റെ അകത്ത് A-B ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ണിൻ്റെ അകത്തോട്ട് പോകുന്നത് എപ്പോഴും കണ്ണിൻ്റെ നെർവ്സിൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഈ സൺഗ്ലാസസ് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ ഒരുപാട് അൾട്രാ വയലറ്റ് ആയിട്ടുള്ള വേണ്ടാത്ത രശ്മികളെല്ലാം കണ്ണിൻ്റെ ഞരമ്പിലോട്ട് പോയി കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം സൺഗ്ലാസസ് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ നൈറ്റിൽ നിങ്ങൾക്ക് ആൻറ്റി ഗ്ലെയർസ് ആയിട്ടുള്ള ഗ്ലാസസ് യൂസ് ചെയ്യാം. ഓപ്പോസിറ്റ് ഇപ്പം ഡ്രൈവിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഒരുപാട് ഗ്ലെയർ
ഉള്ള ഒരു പേഷ്യൻ്റൊക്കെയാണ് പുറത്തിറങ്ങും, ഒരുപാട് ലൈറ്റ് സോഴ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് ഉണ്ട്, അതൊക്കെ കുഴപ്പമില്ല. കണ്ണിൻ്റെ നെർവ്സിനും ഈ പറയുന്ന പോലെ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിന് അത് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അതുപോലെ കേട്ടിട്ടുള്ളതാണ്, അതായത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യരുത്, ലാപ്പ് യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ ലൈറ്റും നമ്മുടെ കണ്ണിൻ്റെ പവറും തമ്മിലൊക്കെ ബന്ധമുണ്ടോ? പവറായിട്ട് ഇല്ലെങ്കിലും പക്ഷേ ഈ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നേരിട്ട് അതിൻ്റെ റേഡിയേഷൻ കണ്ടിലോട്ട് കൊള്ളുകയാണ്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റോട് വരുമ്പോഴേക്ക് അതിൻ്റെ കുറച്ച് ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ എപ്പോഴും പ്രിഫറബിളി ഇങ്ങനത്തെ ഡിജിറ്റൽ യൂസ് ചെയ്യുമ്പം പെരിഫറിയിൽ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ ലൈറ്റ് വേണം, അല്ലാതെ യൂസ് ചെയ്യരുത്. അതുപോലെ ഈ മുതിർന്നവരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തിമിരം. നമ്മളൊക്കെ വിചാരിച്ചേക്കുന്ന ഒരു 50 വയസ്സിന് ശേഷം അല്ലെങ്കിൽ വീട്ടിലെ പ്രായമായവർക്ക് മാത്രം വരുന്ന ഒരു രോഗമാണെന്ന്. ശരിക്കും ഇത് പ്രായമായവർക്ക് മാത്രമാണോ തിമിരം വരാറ്? അല്ല, ജനിക്കുന്ന കുട്ടികൾ തൊട്ട് കാറ്ററാക്ട് വരാം. അപ്പോൾ ഇതിൽ കൂടുതലും ആൾക്കാർക്ക് ഒരു 50 കഴിയുമ്പോഴാണ് ഇത് അറിഞ്ഞു തുടങ്ങുന്നത്. അത് ഒരു ചെക്കപ്പിലാണ് കൂടുതലും കണ്ടുപിടിക്കുന്നത്. അല്ലാതെ തുടക്കത്തിലുള്ള സ്റ്റേജ് ഓഫ് കാറ്ററാക്ട് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ടി കൊണ്ടുവരില്ല. പിന്നെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോങ്കണ്ണ് വരിക, ചിലപ്പോൾ ജന്മനാ തന്നെ തിമിരം ഉണ്ടെങ്കിൽ അവർ കോങ്കണ്ണായിട്ട് തന്നെ ഇരിക്കുന്നത്. കണ്ണിൻ്റെ കൃഷ്ണമണിയിലോട്ട് നോക്കുമ്പോൾ വെള്ള നിറത്തിലൊരു പാട് കാണാൻ പറ്റും. ഇതൊക്കെ ചിലപ്പം ജന്മനാ ഉള്ള കാറ്ററാക്റ്റാണ്. അപ്പം അങ്ങനെ പല സ്റ്റേജിലും വരാം. ഇപ്പോൾ കണ്ണിലെന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയാൽ വേണമെങ്കിൽ ഒരു കാറ്ററാക്റ്റായി ഫോം ചെയ്യാം. പിന്നെ കൂടുതലും ഈ അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നാലും വേണമെങ്കിൽ പതുക്കെ ഒരു കാറ്ററാക്ട് ഫോർമേഷനായിട്ട് വരും. ഈ തിമിരത്തിന് സർജറി മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ, അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഐ ഡ്രോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ കാറ്ററാക്ട് എന്ന് പറയുന്നത് കണ്ണിൻ്റെ അകത്തുള്ള ഒരു ലെൻസിൽ വരുന്ന ഒപ്പാസിറ്റിയാണ്. അത് അതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻസിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇത് ഒരു ഫുൾ കാറ്ററാക്റ്റായി മാറുന്നത്. തുടക്കത്തിലുള്ള സ്റ്റേജിൽ നമുക്കിത് ഒന്ന് ന്യൂട്രലൈസ്ഡ് ആക്കാൻ ഗ്ലാസസ് വെക്കാം, കോണ്ടാക്ട് ലെൻസ് വെക്കാം, അങ്ങനെയുള്ള പലത് കൊണ്ട് നമുക്കിതിനെ ടെമ്പററി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രോപ്സിന് ഇതിനൊരു റോളും ഇല്ല. ഇതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറി മാത്രമേ ഉള്ളൂ. സർജറി തന്നെ പല ടൈപ്പ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് ലേസർ റിഫ്രാക്റ്റീവ് കാറ്ററാക്ട് സർജറീസ് ഉണ്ട്. പിന്നെ പഴയ കൺവെൻഷനലായിട്ടുള്ള ഫേക്കോ എമൽസിഫിക്കേഷൻ, അതായത് കീ ഹോൾ സർജറി. പിന്നെ ഓപ്പൺ സർജറിയാണ്, അതിപ്പം കമ്പാരിറ്റീവ്ലി തീരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഈ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നിട്ട് കാഴ്ച മങ്ങുന്നുണ്ട്, ഒന്നും ശരിയായില്ല എന്നൊക്കെ. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്? രണ്ട് കാരണം വേണേൽ പറയാം. ഒന്ന്, പണ്ടത്തെ കാലത്ത് ഈ കാറ്ററാക്ട് സർജറി കഴിഞ്ഞ ലെൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലമാണെങ്കിൽ ലെൻസ് ഇംപ്ലാന്റേഷൻ ഇല്ല. അന്ന് അഫേക്കിക് ഗ്ലാസസ് എന്ന് പറയും, അതായത് സോഡ കുപ്പി പോലെ ഒരു കണ്ണട വെച്ചുകൊണ്ടാണ് പഴയ കാലത്ത് ആൾക്കാർ നടക്കുന്നത്. കാരണം അന്ന് ലെൻസ് കണ്ടുപിടിക്കാത്തതുകൊണ്ട്. അത് അല്ലാത്ത റീസൺ പ്രോബബ്ലി എന്തെങ്കിലും നെർവ്സിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാമേജസ് ഓൾറെഡി ഉണ്ടെങ്കിലാണ്. ഇപ്പോൾ റെറ്റിനോപ്പതി അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഇപ്പോഴേ അല്ലെങ്കിൽ നേരത്തെ തൊട്ടേ പേഷ്യൻറ്റിന് ഉണ്ടെങ്കിൽ ഈ കാറ്ററാക്ട് അതിൻ്റെ മുമ്പിലാണ്. വൺസ് ഈ കാറ്ററാക്ട് മാറ്റിയാലും ഈ നെർവിൽ നിന്നാണ് വിഷൻ വരുന്നത്. അപ്പോൾ ഈ നെർവിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരില്ല. അതുകൊണ്ടാണ് ഈ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവാണ്, നമുക്ക് കണ്ണിൽ പ്രഷർ വരും, പ്രഷർ കൂടിയിട്ട് കാഴ്ച പോയി എന്നൊക്കെ. ശരിക്കും എന്താണ് ഈ കണ്ണിൽ പ്രഷർ? ഇത് ബേസിക്കലി ഗ്ലോക്കോമ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇതിൽ കണ്ണിൻ്റെ നെർവ്സിൽ കംപ്രഷൻ വന്നിട്ട് ഡാമേജസ് വരുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ പോലെ തന്നെ കണ്ണിൻ്റെ അകത്ത് അക്വസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥുണ്ട്, അത് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൽ എവിടെയെങ്കിലും തടസ്സം വരുമോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂടുതലാണെങ്കിലോ ഈ കണ്ണിൻ്റെ നെർവ്സിലോട്ട് ഇതിനെ കംപ്രസ് ചെയ്യും. അങ്ങനെ ഇതിൽ നിന്നുള്ള വിഷൻ, അതായത് നെർവ്സിലാണോ വിഷൻ വരുന്നത്, അതിലോട്ട് ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊരു പെർമനൻ്റ് ആയിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. തുടക്കത്തിലുള്ള ഗ്ലോക്കോമ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല, കാരണം അതിൽ സ്ട്രെയിറ്റ് വിഷൻ എപ്പോഴും ക്ലിയറും സൈഡിലുള്ള വിഷൻ ആയിരിക്കും കുറഞ്ഞു വരുന്നത്. ഇത് കുറഞ്ഞൊരു ടണൽ വിഷനാവും. അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതായത് നേരെ മാത്രമേ കാണാൻ പറ്റൂ, സൈഡിൽ നിന്ന് ആൾ വരുന്നതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് ഇതിൻ്റെ സ്റ്റേജ് വളരെ മോശമായിട്ടുണ്ടാവും. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആദ്യം ചെയ്യണം, എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് ഡാമേജസ് കണ്ണിൻ്റെ നെർവിനുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് തുടക്കത്തിൽ നമുക്ക് ഡ്രോപ്സ് ഉണ്ട്, ലേസേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അല്ലാതെ അസുഖത്തിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. വൺസ് ഈ സ്റ്റേജ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറീസേ ഉള്ളൂ. പക്ഷേ അതിലും ഒരു ഇറിവേഴ്സിബിൾ ചേഞ്ചാണ്. നമുക്കിപ്പോൾ ഉള്ള വിഷൻ അങ്ങനെ നിലനിർത്തി പോകാമെന്നല്ലാതെ ഒരിക്കലും ഫുൾ വിഷനിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഈ ഡയബറ്റിക്സ് ഉള്ളവർക്ക് കാഴ്ച കുറയും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്താ? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ഗ്ലോക്കോമായിട്ട് റിലേഷനായിട്ട് ഡയറക്റ്റ് ഇല്ല. പക്ഷേ റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്ന് വരുന്ന
ഇത് കണ്ണിൻ്റെ നെർവ്സിൽ വരുന്ന ഡാമേജസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്ലഡ് വെസൽസിൽ ചിലപ്പം ബ്ലീഡിങ് ആയിട്ട് വരാം, അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് വരാം. അപ്പം ഇത് കാരണം എല്ലാം കണ്ണിൻ്റെ കാഴ്ചക്കുറവ് വരും. അപ്പം അതിലും പല സ്റ്റേജസ് ഉണ്ട്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുണ്ട്. തുടക്കത്തിലുള്ള സ്റ്റേജിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് പോവുക, പുതിയ ഡാമേജസ് വരാതിരിക്കാൻ വേണ്ടി എല്ലാ ഒരു 6 മാസം കൂടുമ്പോൾ റൂൾ ഔട്ട് ചെയ്ത് പോവുക. രണ്ടാമത്തെ കണ്ടീഷൻ വരുമ്പോഴാണ് പിന്നെ ലേസേഴ്സ് ഒക്കെ വേണ്ടത്. ആ സമയത്ത് നമുക്ക് വിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. മോഷൻ സ്റ്റേജ് ആകുമ്പോൾ പിന്നെ സർജറീസാണ്. കണ്ണിൻ്റെ നെർവ്സിലോട്ട് വിട്രക്ടമി, കണ്ണിൻ്റെ ലേസേഴ്സ് വേണം, പിന്നെ ഓയിൽ, അങ്ങനെയുള്ള പല കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ അന്നത്തെ ഏതാ പേഷ്യൻ്റെ സ്റ്റേജ് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചൂട് കാലമാണല്ലോ, അപ്പോൾ നമ്മുടെ കണ്ണിൽ അണുബാധ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുള്ളത് ഈ കണ്ണുദീനം എന്നൊരു അസുഖമാണ്. ഇതല്ലാതെ എന്തെങ്കിലും അണുബാധകൾ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായും. ഇപ്പം ഈ പറയുന്ന ഇൻഫെക്ഷൻസ് പല രീതിയിലുണ്ട്. ബാക്ടീരിയയിൽ മാത്രമല്ല, പണ്ട് കോമൺലി അറിയപ്പെടുന്ന കണ്ണി സുക്കേടെന്ന് പറയും, കഞ്ചൻറ്റിവൈറ്റിസ്. അത് ബാക്ടീരിയയിലാണ് കോമൺലി കണ്ടുവരുന്നത്. അത് നമുക്ക് 5 ദിവസം ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റിസോൾവ് ആവും. അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽസ് യൂസ് ചെയ്യാൻ മതി. പക്ഷെ ഇപ്പം കൂടുതലും വൈറലും ഫംഗലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇറ്റ് മീൻസ് ലൈക്ക് ഒരു പേഷ്യൻറ്റിന് അടുത്ത പേഷ്യൻറ്റിലോട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതാണ്. സോ വൈറൽ ഇൻഫെക്ഷൻസ് വെരി മോശം സ്റ്റേജാണ്. ലൈക്ക് അത് കണ്ടേജിയസ് ആണ്. അപ്പം കണ്ണിൽ ഇൻഫെക്ഷൻ വന്നാൽ ചിലപ്പോൾ 1 മാസം തൊട്ട് 6 മാസം വരെയൊക്കെ ഇൻഫെക്ഷൻസ് നിൽക്കുക. ഇത് കാഴ്ചക്കുറവ് വരെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ബേസിക്കലി ഐയിലോട്ട് അനാവശ്യമായിട്ടുള്ള ടച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ലിഡ് ഈ ഹൈജീൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു കണ്ടേജിയസ് ഇതായിട്ടുള്ളത് കുറഞ്ഞു കിട്ടും. ഇതാണ് ബേസിക്കലി നമുക്ക് ഒരു വേനൽക്കാലത്ത് ഉള്ള ഒരു കണ്ടുവരുന്ന ഒരു അസുഖം. പിന്നെ പല അസുഖങ്ങളുണ്ട്. കൺകുരുകൾ വരാം, പിന്നെ ഈ പറയുന്ന ഡിജിറ്റൽ സ്ട്രെയിൻ കൊണ്ടുള്ള ഡ്രൈ ഐ, അങ്ങനെയുള്ള പല റീസൺസും ഉണ്ട് കേട്ടോ. ഇപ്പം അലർജി ഒരു വൺ അമംഗ് ദ കോമൺ ആയിട്ടുള്ള ഇതാണ്. ക്ലൈമറ്റ് മാറുമ്പോഴാണ് ഇത് കൂടുതലും വരുന്നത്. ഈ പോളൻസ്, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കൂടുതലും പോളൻസ് ഉണ്ട്, ഈ ചെടിയിൽ നിന്ന് വരുന്ന പൂക്കൾ. അപ്പോൾ അത് കണ്ണിൽ വന്ന ഒരു അലർജി ക്രിയേറ്റ് ചെയ്യാം. കൂടുതലും കുട്ടികൾക്കാണ്, ഒരു കൗമാരം തൊട്ട് താഴോട്ടുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. അപ്പം ഇങ്ങനെ പല റീസൺസും ഉണ്ട് ഈ ഒരു വേനൽക്കാലത്ത് വരുന്നത്. ഈ ചൂട് കാലമാകുമ്പോൾ നമ്മുടെ കണ്ണ് സ്വാഭാവികമായിട്ടും ഡ്രൈ ആകുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകുക എന്നൊക്കെ ഇങ്ങനെ പറയും, നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കണ്ണിന് നല്ലതാണോ, ഈ തണുത്ത വെള്ളം ഇങ്ങനെ കണ്ണിലേക്ക്? നമുക്കിപ്പോൾ എന്തെങ്കിലും കണ്ണിലൊരു പൊടി പോയതോ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി, പെട്ടെന്ന് ബൈക്കിലോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടെത്തി എന്തെങ്കിലും ഒന്ന് പോയാൽ ഒന്ന് വാഷ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റില്ല. പക്ഷെ ഇതൊരു ഡെയിലി ബേസിസിൽ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം കണ്ണിൻ്റെ ടിയേഴ്സ് ആണ് എപ്പോഴും നാച്ചുറലായിട്ട് കണ്ണിനെ മോയ്സ്ചർ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഒരിക്കലും ഒരു വാട്ടർ ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ pH ലെവൽ രണ്ടും ഡിഫറെൻ്റാണ്. അപ്പോൾ എപ്പോഴും കണ്ണിൻ്റെ അകത്ത് എന്തെങ്കിലും ഈ പറയുന്ന ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് ഉണ്ട്, ടിയർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ആൻറ്റി അലർജിക്കാണ്, അലർജി ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് കണ്ടീഷൻ നോക്കി അതിനനുസരിച്ച് വേണം നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ. വെള്ളം ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമല്ല, അത് പെർമനൻ്റ് അല്ല. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കണ്ണിങ്ങനെ ഡ്രൈ ആയി വരുന്നത്? ചൂട് കൂടുന്നത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടാവുമോ? അല്ല, പല റീസൺസ് ഉണ്ട്. ഡ്രൈ ഐ എന്ന് പറയുന്നത് വലിയ ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഡ്രൈനെസ്, നമ്മുടെ കണ്ണിൻ്റെ ടിയറിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഡ്രൈനെസ് വരാം. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കൊണ്ട് ഡ്രൈനെസ് വരാം. പിന്നെ ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ഹ്യൂമിഡിറ്റി, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഡ്രൈനെസ് വരാം. അപ്പം ഇതെല്ലാം പല കോസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നതിൽ പല ഗ്രേഡും പല ടൈപ്പിലുള്ളതുണ്ട്. കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു കോമൺ മെഡിസിൻ അല്ല, ഒരു പാരസെറ്റമോൾ പോലെ എടുക്കാൻ പറ്റുന്നൊരു മരുന്നല്ല അത്. അത് എൻ്റെ ഒരു സംശയമാണ്. അതായത് നമ്മൾ കൂടുതലും ഐ ഡ്രോപ്പ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉള്ളിൽ കഴിക്കാൻ മരുന്നൊന്നുമില്ല. അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഫലമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഇത് ഡയറക്റ്റ് അബ്സോർപ്ഷൻ അല്ലേ. ബാക്കിയുള്ള നമ്മളിപ്പം കഴിക്കുന്ന മരുന്നുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വയറിൽ പോയി അബ്സോർബ് ചെയ്തിട്ട് വേണം അടുത്ത ഒരു ഓർഗനിലോട്ട് അത് പോകാൻ. പക്ഷെ നമ്മൾ കണ്ണിൽ ഒഴിക്കുന്നത്, സ്കിന്നിൽ തേക്കുന്നത്, ഈ ഇൻഹെയിൽ ചെയ്യുന്നത്, അതായത് ആസ്മയ്ക്കൊക്കെ ഇൻഹെയിൽ ചെയ്യുന്ന പോലെ, അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ആ നിങ്ങളുടെ ഓർഗനിലോട്ട്, ആ ടിഷ്യൂലോട്ട് നേരിട്ട് എത്തുവാണ്. അപ്പോൾ കൂടുതൽ അബ്സോർപ്ഷനും കൂടുതൽ എഫിക്കസി അതിനുണ്ടാവും. അപ്പം പ്രിഫറബിളി കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൽ ഒരു 99% ഡ്രോപ്സും ഓയിൻമെൻറ്റ്സും മാത്രമാണ് ഉള്ളത്. അതിൽ എല്ലാ ടൈപ്പ് കെമിക്കൽസും ഈ പറയുന്ന മോളിക്യൂൾസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഒരിക്കലും ഇൻടേക്ക് എടുക്കേണ്ട ആവശ്യം വരാറില്ല.
ഈ നമ്മൾ ഗേൾസ് ആണെങ്കിൽ കൂടുതലായിട്ടും കൺമഷി എഴുതും, ഐലൈനർ യൂസ് ചെയ്യും. അതിപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കണ്ണ് കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കരിയൊക്കെ നന്നായിട്ട് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ കാഴ്ചക്കുറവിന് കാരണമാകുന്നുണ്ടോ? ഇല്ല, ആക്ച്വലി ഐ മേക്കപ്സ് അങ്ങനെ വലിയൊരു ഇഷ്യൂസ് അല്ല, അൺലെസ് ആൻഡിൽ ഈ പറയുന്ന എന്തെങ്കിലും ബ്രാൻഡ്സിൽ എന്തെങ്കിലും ഒരു അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതൊരു റിയാക്ഷൻ ആയിട്ട് തന്നെ വരും, അലർജി ആയിട്ടോ ഇൻഫെക്ഷൻ ആയിട്ടോ വരും. അതല്ലാതെ നോർമലി ഉള്ളതിന് ഒരു ഐ മേക്കപ്പ് ഒരിക്കലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാറില്ല. അതുപോലെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ക്യാരറ്റ് അമിതമായിട്ട് കഴിച്ചാൽ മതി, കാഴ്ചക്കുറവ് ഉണ്ടാകത്തില്ല. അതുപോലെ നെല്ലിക്കയൊക്കെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ കാഴ്ചക്കുറവും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും. മാൽന്യൂട്രീഷൻ, അതായത് നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻസ് ഒന്നും ബോഡിനകത്ത് മിനറൽസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഒരു ഡെഫിഷ്യൻസിയിലോട്ട് നമ്മളത് ലീഡ് ചെയ്യാണ്. അപ്പം അത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ സോഴ്സ് ആണ് ഏറ്റവും നല്ലത്. ക്യാരറ്റ്, ഗൂസ്ബെറി, ഇതെല്ലാം വൈറ്റമിൻ എയും സി ഒക്കെ റിച്ച്ഡ് ആണ്. അപ്പോൾ ഇത് കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും എപ്പോഴും നല്ലത് തന്നെയാണ്. ഇത് ഡെഫിഷ്യൻ്റ് ആവണമാണ് നമുക്ക് ഈ ടാബ്ലറ്റ്സിലോട്ടൊക്കെ പോകേണ്ട വരുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സ് ആണ്. അപ്പം പ്രിഫറബിളി കുട്ടികൾക്കാണ് ഇത് കൂടുതലും വേണ്ടത്. കാരണം അവരുടെ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഇത് കിട്ടുവാണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് പല അസുഖങ്ങളും നമുക്ക് റെസിസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനും പറ്റും. ഒരു ഏജ് കഴിഞ്ഞിട്ട് ഇതെടുക്കുന്നവർക്ക് അത്രയും വലിയൊരു എഫിഷ്യൻസി ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മളെല്ലാവരും ഡയറ്റ് എടുക്കുമല്ലോ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ കണ്ണിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭക്ഷണങ്ങളൊന്ന് പറഞ്ഞുതരാമോ? കോമൺലി ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ വൈറ്റമിൻ എയും സി ഒക്കെയാണ്. പിന്നെ ഒമേഗ 3 ഉണ്ട്, അതായത് ചെറിയ ഫിഷസിൻ്റെ, അത് നല്ലതാണ്. പിന്നെ ലീഫി വെജിറ്റബിൾസ്, ഈ ചീര അങ്ങനെയുള്ളതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഗ്രെയിൻസ് ഉണ്ട്, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ നെർവ്സിനും കണ്ണിൻ്റെ ഈ കോർണി ഇതിനെല്ലാം നറിഷ്മെൻറ്റ്സ് ആയിട്ട് വരുന്നതാണ്. ഡോക്ടറെ, നമുക്ക് ഈ കാഴ്ചക്കുറവ് ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ടോ തുടക്കത്തിലെ? കുട്ടികൾക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോങ്കണ്ണും അങ്ങനെയുള്ള ഇതെല്ലാം വരാം. വളരെ ഒരു അഡ്വാൻസ്ഡ് അഡോളസൻസ് ഏജൊക്കെ ആണെങ്കിൽ ഹെഡ് ഏക്കും ഐ സ്ട്രെയിനൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്കത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് പ്രായമുള്ളവർക്കാണെങ്കിൽ കണ്ണട വേണം, കോണ്ടാക്ട് ലെൻസ് വേണം, അങ്ങനെയുള്ളവർക്കൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന ഒരു 50-60s കഴിഞ്ഞ ആൾക്കാർക്ക് കാഴ്ചക്കുറവ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്കതൊരു തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വൺസ് അത് വളരെ മോശമാകുമ്പോഴേക്കും അവർക്കത് ബുദ്ധിമുട്ടാകുന്നത്. അതായത് കാറ്ററാക്ട് ഒക്കെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഫോഗി അപ്പിയറൻസ് ആകുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയുന്നത്. കാരണം അവർക്കത് ഒരു ഡെയിലി അത് യൂസ് ടു ആണ്. കാരണം ഇത് പെട്ടെന്ന് വരുന്നതല്ലല്ലോ, വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് അവരുടെ ബോഡി ഇതാണ്. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ അത് റൂൾ ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ക്രോണിക് കണ്ടീഷനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു ഡോക്ടർ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.